ഞാൻ ചോദിച്ചതിന് ടീന ഇതുവരെ ഉത്തരം പറഞ്ഞില്ല. മനസ്സിലാകാത്തതുകൊണ്ടാണെങ്കിൽ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കാം. അവന്തിക ഓഫീസിൽ ശരിയായ സമയത്ത് ശരിയായി തന്നെയാണോ ജോലി ചെയ്തിരുന്നത്? അറിയാവുന്നത് പറഞ്ഞാൽ ടീനയ്ക്ക് വീട്ടിൽ പോവാം. അല്ലെങ്കിൽ പോകാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാവും. ടീന, നീ ഇനി എല്ലാം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇന്നത്തോടെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവുന്ന ദിവസം. നീ പറയാതിരുന്നാലും നിന്നെ രക്ഷിക്കാൻ ഇനി അവന്തികർത്തിക്കാവില്ല. അതുകൊണ്ട് നിനക്കറിയാവുന്നൊക്കെ നീ അച്ഛനോട് പറയും. ഞങ്ങൾക്കൊക്കെ അറിയാം ടീനയുടെ വീട്ടിലെ അവസ്ഥ കാരണമാണ് അവന്തികയ്ക്കൊപ്പം നിന്നതെന്നും അവള് പറഞ്ഞതൊക്കെ അനുസരിച്ചതെന്നും. ടീനയ്ക്ക് ഇതുകൊണ്ട് യാതൊരു കുഴപ്പവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ടീന ധൈര്യമായിട്ട് പറഞ്ഞേ, അവന്തിക ഓഫീസിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് പണം തട്ടിയത്? പറയാം സർ, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. അതിനു മുൻപ് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സാറിപ്പ പറഞ്ഞ പോലെ എന്റെ ജീവിത സാഹചര്യം കൊണ്ടാ അവന്തിക മാഡം പറഞ്ഞപ്പോ മതി. കുടുംബക്കാരെയൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഞാൻ ചോദിച്ചതിന്റെ മറുപടി, അത് കഴിഞ്ഞിട്ടാവാം ബാക്കി സംസാരം. അവന്തിക മാഡം ഓഫീസിൽ നിന്ന് ധാരാളം തിരിമറികൾ നടത്തിയിട്ടുണ്ട് സർ. അതിൽ കുറച്ചൊക്കെ എനിക്കറിയാം. 3 മാസം കൂടുമ്പോ കമ്പനി പതിവായി കൊടുക്കാറുള്ള ഓർഫനേജുകളിലേക്കുള്ള ഡൊണേഷൻ പോലും പകുതി മാത്രമേ ഇപ്പൊ കൊടുക്കുന്നുള്ളൂ. സ്കൂള് തുറന്നപ്പോ അനാഥരായ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫണ്ട് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോ ആ ഫണ്ട് മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാ എന്നോട് പറഞ്ഞത്. അങ്ങനെ മന്ത്ലിയുള്ള കുറെ പേയ്മെന്റ്സ് പെൻഡിംഗ് ആണ് സർ. മാഡത്തിന് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മാഡം തന്നെ എടുത്തു മറിക്കുകയാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ പോലും കേൾക്കില്ല. എന്നോട് ദേഷ്യപ്പെടും.